ഹലോ, ലക്ഷദ്വീപിലെ കവരത്തി തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ താമസിക്കുന്നത് നമ്മുടെ ഷുക്കൂർ ബ്രോയുടെ വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഈ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഇവിടെ ഈ റമദാനിലെ ഒരു പകലിലെ കുറേ ചിതറിയ കാഴ്ചകളാണ് കണ്ടത്. ഇന്ന് 27-ാം രാവാണ്. അപ്പോൾ 27-ാം രാവിന് റമദാൻ്റെ 27-ാം രാവ്. അപ്പോൾ ഇന്ന് രാത്രി എന്തെങ്കിലും സ്പെഷ്യൽ സംഭവങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ലേ എനിക്കറിയില്ല. അത് നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെയാണോ എന്നറിയില്ല. എന്തായാലും ഇറങ്ങി നോക്കാം. അൽത്താഫിൻ്റെ വീട്ടിൽ നിന്ന് നോമ്പ് തുറന്നിട്ടേ ഉള്ളൂ. മെയിൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അത് നമ്മുടെ പോലീസ് ബ്രോൻ്റെ കൂടെയാണ്, നസീമുദ്ദീൻ്റെ. അപ്പോൾ അവിടെയും പോകണം. എന്തായാലും നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ നിന്നും അധികം ആൾക്കാരെ കാണാമല്ലോ കേട്ടോ. കടകളൊക്കെ അടച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കുറേ കടകളൊക്കെ അടച്ചിട്ടുണ്ട്. കുറച്ച് ബൈക്കുകളൊക്കെ റോട്ടിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ. ആൾക്കാരൊന്നും അധികം കാണുന്നില്ല. ഇനി നമ്മൾ ആ കവരത്തിയിലെ മെയിൻ സ്പോട്ടിലേക്കൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ അവിടെ തിരക്കൊക്കെ ഉണ്ടാവും. സാദിഖിൻ്റെ വണ്ടിക്ക് ഹെഡ്ലൈറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ലെഫ്റ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണ് ഈ ഇരുട്ടുള്ള സ്ഥലത്ത് കൂടി. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഭൂരിഭാഗം സ്ഥലത്തും ലൈറ്റൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ലൈറ്റ് കത്തും. നമ്മുടെ ഷോർട്ട് ആൻഡ് പേപ്പറിലെ മറ്റേ ലാലിൻ്റെ കാറിൻ്റെ പാട്ട് പാടുന്ന സംവിധാനമല്ല, അതുപോലത്തെ പരിപാടിയാണ്. ഗട്ടറിൽ ചാടുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് കത്തും. ലക്ഷദ്വീപിലെ റോഡുകളിലാണെങ്കിലോ ആവശ്യത്തിന് ഗട്ടറും ഇല്ല, അപ്പോൾ ലൈറ്റ് കത്തൂല്ല. കവരത്തിയിലെ ജെട്ടി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പ്രാർത്ഥനയുടെ സൗണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് പോയി നോക്കി. അപ്പോൾ ഇവിടുത്തെ പഴയ പള്ളിയിൽ നിന്നാണ് കേട്ടോ അത് കേൾക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ പള്ളിക്കകത്ത് നിന്ന് മൗലവി പ്രാർത്ഥിക്കുന്നുണ്ട് മൈക്കിൽ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഈ പള്ളിയുടെ മുറ്റത്തും പള്ളിയുടെ പരിസരങ്ങളിലും റോട്ടിലും ആ പരിസരം മുഴുവനും ആളുകൾ നിറഞ്ഞു നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. കുറേ സമയം അത് കേട്ടു നിന്നു. അതിന് ശേഷം മൗലവി എന്തോ പറഞ്ഞു. അപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഈ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടോ. ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു ഇവിടെ ക്ഷീരണി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കും ബഹളമൊക്കെ. അതൊക്കെ നമ്മൾ ആ വീഡിയോ കാണിച്ചിരുന്നു. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ തയ്യാറാവുക കേട്ടോ. മുമ്പൊരു വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരു പ്ലേറ്റിന് ചുറ്റും 3 പേര് വീതം ഇരുന്നിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഈ പള്ളി നല്ല ഇമ്പോർട്ടൻസ് ഉള്ളൊരു പള്ളിയാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ വന്നപ്പോഴും പെരുന്നാളിന് ഈ ദിക്ർ എന്നൊരു പരിപാടി കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഈ പള്ളി കണ്ടിരുന്നു. പഴയ പള്ളിയാണ്. അപ്പോൾ ഇവിടുന്ന് സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ഈ പള്ളിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. അസ്സലാമു അലൈക്കും. ഇത് നമ്മളെ പഴയ പള്ളിയാണ് ബാക്കിൽ കാണുന്നത്. മഹാനായ ഹസ്രത്ത് ഉബൈദുള്ള തങ്ങൾ എടുത്ത പള്ളിയാണ്. ഹസ്രത്ത് ഉബൈദുള്ളനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയാണ്. മകൻ്റെ മകനാണ് ഉബൈദുള്ള തങ്ങൾ. അങ്ങനെ ഉബൈദുള്ള തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത പള്ളിയാണ് പഴയ പള്ളി എന്ന് പറഞ്ഞത്. അപ്പോൾ ദീന് പ്രബോധനം നടത്താൻ ലക്ഷദ്വീപിലേക്ക് വന്നപ്പോൾ ആദ്യമായി ആന്ധ്രോത്തിലെ പള്ളി, അവിടെയാണ് പള്ളി നിർമ്മിച്ചത്, ജുമാ പള്ളി നിർമ്മിച്ചു. പിന്നെ അതിനുശേഷം വന്ന് കവരത്തിൽ വന്നിട്ട് പഴയ പള്ളി നിർമ്മിക്കുകയായിരുന്നു മഹാനവറുകൾ. അങ്ങനെ മഹാനവറുകളുടെ ആണ്ട് ദിനമായിട്ടാണ് ഇന്ന് എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാനവറുകളുടെ പേരിൽ മൗലിക ഉച്ചയ്ക്ക് ശേഷം ഓതിയിട്ട് രാത്രി ചീരണി വിതരണമൊക്കെ നൽകിയിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പിരിഞ്ഞ് പള്ളിയുടെ പുറകു വശത്തും സൈഡിലും അപ്പുറത്തുള്ള തെങ്ങിൻ തോട്ടത്തിലൊക്കെ ആൾക്കാർ ഇന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കൂടി ഞാൻ ആ വഴിക്ക് അങ്ങനെ നടന്നു. ഒരു ഭാഗത്ത് ആൾക്കാർ പാത്രം കഴുകുന്നുണ്ട്, ആ സമയത്ത് തന്നെ അപ്പുറത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാട്ടോ, നല്ല രസമൊക്കെയാണ്. ഞാൻ പിന്നെ പോലീസ് ബ്രോൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ളത് കൊണ്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ബീച്ചിൻ്റെ അങ്ങോട്ട് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞേ നസീം ബ്രോ ഭക്ഷണം കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് എന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നസീമും കൂട്ടുകാരും ഉണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് 2-3 വീഡിയോയിൽ പറയുന്നുണ്ട് രാത്രി കവരത്തിയിട്ട് ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും 27-ാം രാവാണ്. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകതയൊക്കെ ഉണ്ടാവും. അതിനോടനുബന്ധിച്ചിട്ട് കവരത്തിത്തെ രാത്രിക്കാലത്തെ തിരക്കും കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ആ ഒരു വൈബൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നസീമിനിട്ട് അവിടെ ചെന്നിട്ട് കൂട്ടുകാരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാണത് 27-ാം രാവിൻ്റെ അന്ന് ഇവിടെ ഒരു കടയും തുറക്കൂലാന്ന്. അത് കാരണം പള്ളിത്തെ ഈ പരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരൊക്കെ ബീച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷേ കടകൾ തുറക്കുമ്പോഴാണല്ലോ ആ ഒരു തിരക്കും ബഹളമൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഒരു കടയിൽ നിന്ന് തുറക്കൂല അത്രേ. ഞാനിങ്ങനെ പോകുമ്പോൾ നോക്കുമ്പോൾ ഫുൾ ഷട്ടറും അടഞ്ഞു കിടക്കുകയാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ പെട്രോൾ പമ്പ് പോലും തുറക്കൂല. പിന്നെ ഇപ്പോൾ വേറെ ഒന്നും പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാനും നസീമുദ്ദീനും പോലീസ് ബ്രോ പിന്നെ അൽത്താഫും നമ്മുടെ റിയാസ് ഡോക്ടറൊക്കെ കൂടി നസീമിൻ്റെ വൈഫ് ഹൗസിലേക്ക് ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എപ്പോഴും ഇങ്ങനെ ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഓരോ വീഡിയോയിൽ ഇങ്ങനെ ഓരോ ഐറ്റംസ് പറഞ്ഞിട്ടേ ഉപ്പ എന്നോട് പറയാണ്. ഞാൻ ഉമ്മാനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉപ്പ എന്തോ പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടില്ല. അപ്പോൾ ഉമ്മാനോട് എന്താ ഇപ്പോൾ പറഞ്ഞു വെച്ചപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു നിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ അവിടെ ഉമ്മാനെ ചിരിത്തുണ്ട്. വീഡിയോ കാണല്ല, അവന് തീറ്റ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിൽ മൊത്തം തീറ്റ
പ്രതീക്ഷയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പള്ളിയിൽ പോയിരുന്നു. ഒരു ശീരണി കൊണ്ടുപോയി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. എല്ലാ വീട്ടിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ ആൾക്കാർ കൊണ്ടുപോയിട്ട് പള്ളിയിൽ കൊടുക്കും. അപ്പോൾ അവിടെ പലതരം ഭക്ഷണങ്ങളും പല പാത്രങ്ങളിലാണ് വെക്കുന്നത്. എന്നിട്ടത് അവിടെ വരുന്ന വൈകുന്നേരം നോമ്പിന് ശേഷം വരുന്ന ആൾക്കാർക്ക് വിതരണം ചെയ്യാണ്, കഴിക്കാൻ കൊടുക്കുകയാണ്. അവിടെ ഈ റൈസ് ഐറ്റംസ്, നെയ്ച്ചോറ്, ബിരിയാണി, അങ്ങനെയുള്ള ഐറ്റംസ് വിട്ടുപണ്ടത് അതൊക്കെ കൊണ്ടുവരുന്നതൊക്കെ എല്ലാം ഒരു ചെമ്പിലേക്ക് ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് അത്ര കൊടുക്കുക. അങ്ങനെ കേട്ടപ്പോൾ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു ഇതെങ്ങനെ കഴിക്കാനൊക്കെ. പക്ഷെ ഇതാ ആ ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ അവരൊക്കെ കഴിച്ചു. അപ്പോൾ ആദ്യം വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ കഴിക്കുന്നുണ്ട്. എല്ലാം ഓരോ വീട്ടിലും എല്ലാ സാധനം കൊണ്ടുപോലോ അവരുണ്ടാകുന്ന എന്താണോ അതെല്ലാം ഉണ്ടാവും. അതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാവും. പലതരം റൈസ് ഉണ്ടാവും. ബിരിയാണി ഉണ്ട്, ഇട്ട് തന്നെ ഉണ്ടാവും, നെയ്ച്ചോറുണ്ട്, തേങ്ങാച്ചോറുണ്ടോ, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള സാധനം. നല്ല ടേസ്റ്റ്. മന്തി റൈസ് ഉണ്ടാവും. മന്തി റൈസ് എന്താണ് അവർക്ക് കൊടുക്കാൻ തോന്നി അവർ കൊണ്ടു കൊടുക്കും. റൈസ് ഒക്കെ എല്ലാം ഒരു പാത്രത്തിലായിട്ടുള്ളൂ. ഇറച്ചി കൊണ്ടുവരുന്നതാണ് സെപ്പറേറ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിനകത്ത് ലാർജ് ക്വാണ്ടിറ്റി ആണെങ്കിൽ അതേപോലെ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വേറെ വെക്കും. അതല്ല, ഈ മാസം കൊണ്ടും ഇട്ടുബന്ധം ഉണ്ടാക്കുന്നല്ലേ, അതുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യും. മാറ്റി വെക്കൊന്നുമില്ല. എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു ചോറ് ഐറ്റംസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യും. സ്വീറ്റിന്റെ ഐറ്റംസ് ഒക്കെ അതൊക്കെ അത് വേറെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല ടേസ്റ്റ്. അൽത്തപ്പോയി പറഞ്ഞു എന്റെ കൂടെ സെയിം അഭിപ്രായം പറഞ്ഞത് എങ്ങനെ കഴിക്കാൻ പറ്റുന്നത്. പക്ഷെ അപ്പോഴും റിയാസ് പറഞ്ഞു എനിക്കത് പുതിയ അറിവാണ്. ഞങ്ങളുടെ നാട്ടിൽ ആദ്യം കിട്ടിയത് ബീഫിന്റെ പീസായിരുന്നു, ഇപ്പൊ കിട്ടിയ ചിക്കന്റെ ബീഫിന്റെ പീസായിരുന്നു, ചിക്കന്റെ പീസാണ്. ചിലപ്പോൾ മീനിന്റെയും കിട്ടും കുറച്ച്. നല്ല ടേസ്റ്റ് ആണ്. അതല്ലേ, അടിപൊളി. നിങ്ങൾ കുറച്ചിട്ട് തരാം. ഇത് കഴിഞ്ഞ് കഴിക്കും. ഞാൻ ഈ ഇട്ടുകൊണ്ടത് കഴിക്കട്ടെ. അല്ല, കിട്ടിയത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്നായിരുന്നു, അളിയും കൊണ്ടുവന്ന. അത് അതിന്റെ ഒരു സ്പെഷ്യൽ ആയിരിക്കുമല്ലോ, അതിന്റെ ടേസ്റ്റ് അറിയണമെന്ന് കരുതി വെച്ചതാ. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം പകല് ഞാൻ വീണ്ടും ഒന്ന് കറങ്ങാൻ ഇറങ്ങി. എന്താ വരാത്തോണ്ടാണോ? സ്റ്റോക്ക് കഴിഞ്ഞു. എന്നിട്ട് പോവാ. ഓക്കെ ഓക്കെ. ഇത് ചിക്കൻ ഷോപ്പ് കണ്ടതാണ് കേട്ടോ. അസ്സലാമു അലൈക്കും. അല്ല, ഇവിടെ ഫാം ഉണ്ട് എന്ന് പറഞ്ഞേ? ഞങ്ങളിവിടെ ഹാച്ചറി ഉണ്ടോ? വിരിക്കോ? എവിടുന്നാ കൊണ്ടിരുന്നേ? ബാംഗ്ലൂരിൽ നിന്ന്. ഇവിടെ ഹാച്ചറി ഉണ്ട്, വിരിയിച്ചിട്ട് വളർത്തും. എവിടെയാണ് ഫാമൊക്കെ ഉള്ളത്? വീടുകളിലാണ്, ഓരോ വീടുകളിലാണ്. ആണോ? ഓ, അങ്ങനെയാണ് ഫ്രഷ് ചിക്കൻ കിട്ടുന്നത് അല്ലേ? അപ്പൊ ഇപ്പൊ കൂടുതലാണ്. ആണോ? അവിടത്തേക്കാണ് ഡബിൾ ആണ്. എത്ര വില? ഇവിടെ ഇപ്പൊ 250 രൂപ നാച്ചുറൽ ടൈമിലാണ്. ലൈവ് ചിക്കന് 250 രൂപ കിലോക്ക് ഉണ്ട്. 250 രൂപ ഏത് എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സമയത്ത് 250 320 രൂപ. 320 രൂപ ലൈവ് ചിക്കന് 320 രൂപ ഒരു കിലോക്ക് അല്ലേ? ഓ, അത് ഭയങ്കര റേറ്റ് ആണല്ലോ. 3 ഇരട്ടി. അതല്ല, അതെന്ന് പറഞ്ഞാൽ റേറ്റ് കൂടുന്ന അവിടെ നിന്ന് വെച്ചാൽ നേരത്തെ നമുക്ക് ഫാമിൽ നിന്നാണെങ്കിൽ നമുക്ക് 14 രൂപ 18 രൂപയൊക്കെ കുഞ്ഞിന് കിട്ടും. പിന്നെ ഒരു 900 രൂപയൊക്കെ താഴെയിട്ട് തീറ്റ കിട്ടും, സബ്സിഡി. ഇപ്പൊ അതൊക്കെ ഇല്ല. അതൊക്കെ ഇല്ലാത്ത കാരണം കഷ്ടത്തിലാണ്. പിന്നെ 65 രൂപ ഇപ്പൊ ഒരു പീസ് ചെറുതിന് കൊടുക്കണം. വണ്ടി പിരിഞ്ഞ് അന്ന് കൊടുക്കണം. ഒരു കോഴിക്കുഞ്ഞിനോ? കുഞ്ഞിന് 65. 2400 രൂപ ചാക്ക് തീറ്റ കൊടുക്കും. പിന്നെ വളർത്തി എടുത്ത് പിന്നെ 40 ദിവസം. പിന്നെ 250 രൂപ കൂടുതലൊന്നുമില്ല. ഇപ്പൊ ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്ത അങ്ങനെ വരൂല്ലേ? കാരണം കപ്പലില്ലല്ലോ. കപ്പലുണ്ടാവുമ്പോൾ നമുക്ക് മുട്ട കൊണ്ടുവരാൻ പറ്റും. അത് ശരി. അല്ല, അപ്പൊ ഇനിയിപ്പോ ഈ പെരുന്നാൾ സമയത്തൊക്കെ ചില സമയങ്ങളിൽ ടൈറ്റ് ആയിരിക്കും, ചില സമയങ്ങളിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. ആണോ? ഇപ്പൊ ഇനി വരാൻ സാധ്യതയല്ല? വരാൻ സാധ്യത കുറവാണ്. ആണോ? പെരുന്നാളിന് മുമ്പ് വരില്ല? പെരുന്നാളിന് മുമ്പ് ഇല്ല. അതെ, ഏകദേശം സ്റ്റോക്ക് തീർന്നു. ഓ, അങ്ങനെയൊക്കെ സംഭവിക്കും അല്ലേ? ഞാൻ നേരത്തെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞില്ലേ, ഇവര് വീട് പണിയുമ്പോൾ തറ കെട്ടിയിട്ട് അതിനകത്ത് ഇടാനുള്ള മണ്ണ് ഇവിടുന്ന് കൊണ്ടുവരുന്നു. അതിനിപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടിട്ടോ. അതായത് ഈ കിടക്കുന്ന കല്ല് അല്ലേ? സംഭവം എന്താണ് എന്ന് വെച്ചാൽ നമ്മള് വീടിന്റെ തറയിടുമ്പോൾ അതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. കാരണം വെച്ചാൽ നമ്മളിവിടെ കൂടുതലും വീട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ബിൽഡിംഗ് കലക്കുമ്പോഴാണ് അവർ വാങ്ങിക്കുന്നത്. ബിൽഡിംഗ് പൊളിച്ചെടുക്കുമ്പോൾ എന്തായാലും വാക്ക് പറഞ്ഞു, കലക്കുമ്പോൾ ബിൽഡിംഗ് കലക്കാന്നാണ്, ബിൽഡിംഗ് പൊളിക്കുക നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാണ്. എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ ബിൽഡിംഗ് പൊളിക്കുമ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് അതിനെ ഫില്ല് ചെയ്യുന്നത്. ഒരു ട്രിപ്പിന് 2000-2500 രൂപ വരുന്നുണ്ട് എന്തായാലും. ബിൽഡിംഗ് പൊളിച്ച വേസ്റ്റ് ഒരു ലോഡിന് 2000-2500
അത്രയൊക്കെ ഏത് വണ്ടിക്ക്? ട്രാക്ടറിന്. അപ്പോൾ ട്രാക്ടറിന്റെ ലോഡിന് ബിൽഡിംഗ് പൊളിച്ച വേസ്റ്റിന് 2500 രൂപ. നമ്മൾ അവിടെ ആണെങ്കിൽ അത് ഒഴിവാക്കാൻ പൈസ കൊടുക്കണം. കേരളത്തിലാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കി കിട്ടാൻ പൈസ കൊടുക്കണം. നമ്മളിവിടെ ആണെങ്കിൽ നമ്മള് വീട് പണിയുന്നത് കൊണ്ട് എല്ലാരും വാങ്ങിച്ചിട്ട് പോകും. ഓക്കെ ഓക്കെ. അതല്ല, ഇപ്പൊ നമുക്ക് ഓരോ വീടും പണിയുമ്പോ ആവശ്യത്തിന് കിട്ടും. ബിൽഡിംഗ് പൊളിക്കണ്ടേ? അത് അഡ്വാൻസ് ആയിട്ട് നമ്മള് എടുത്തിടും. മുൻകൂട്ടി നമ്മള് കണ്ട് അതിനെ വെച്ചു വിടും. ഇതൊക്കെ അങ്ങനെ വാങ്ങി വെക്കുന്നതാണ്. അതല്ലാതെ മണ്ണ് കിട്ടൂല. ഇല്ലല്ല, മണ്ണ് കിട്ടണമെങ്കിൽ ഒരു ചെറിയ ഇതിൽ ആണെങ്കിൽ ഒരു 3000 രൂപ കൊടുക്കണം. ഒരു 25 ബാഗേ ഉണ്ടാകത്തുള്ളൂ. മണ്ണ് കിട്ടും. ഇവിടുന്ന് കുറച്ച് മണ്ണ് പൊക്കമുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അത് നമ്മൾ പൈസ കൊടുക്കണം. വേറെ ആളുടെ ലാൻഡിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതായത് ഇപ്പൊ ഹുജറാപ്പള്ളിയൊക്കെ നിൽക്കുന്ന കുറച്ച് ഉയരത്തിലാണ്. ചെറിയ കുന്നുകളുണ്ട് ഇവിടെ, അവിടെ ഇവിടെ. ചെറുതാണ് കേട്ടോ, മലാന്ന് പറയാൻ പറ്റില്ല, ചെറിയ കുന്നുകൾ. അത് ഇടിക്കാൻ പറ്റും. അതിടിക്കാൻ പറ്റും, കുഴപ്പമില്ല. അത് ഇടിച്ചിട്ടാണെങ്കിൽ ഒരു ചാക്കിന് 50 രൂപ. ഒരു ചാക്കിന് 50 രൂപ മണ്ണിന്റെ വില കേട്ടോ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് അതിന്റെ സിറ്റുവേഷൻ. നമ്മളിവിടെ ആണെങ്കിൽ നിങ്ങളുടെ മാനതി ഒന്നും കിട്ടത്തില്ല, മണൽ കിട്ടത്തില്ല. എല്ലാം മൊത്തത്തിൽ വരുന്നത് ഒന്നാമത് കൊച്ചിയുമായിട്ട് അല്ലെങ്കിൽ ബേപ്പൂരുമായിട്ട് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ കൂടുതലും എല്ലാ സാധനം വരുന്നത്. നിങ്ങളിപ്പോ ചിക്കൻ വാങ്ങാൻ വന്നതാണ്? ഞാൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ അത്യാവശ്യത്തിന് ആഗ്രഹിച്ച് വാങ്ങിക്കാൻ പോകുമ്പോൾ സാധനം കിട്ടത്തില്ല. അത് ഇപ്പൊ കണ്ടല്ലേ, ഞാനൊരു കടയിൽ വന്നതാണ്. ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ ഇല്ല, സാധനം ഇല്ല എന്ന് പറഞ്ഞു. നമ്മള് എപ്പോഴും അഡ്വാൻസ് ആയിട്ട് എടുത്തു വെച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. കിട്ടിയില്ലെങ്കിൽ പെരുന്നാൾ ഒന്നുമില്ല. മീൻ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും കഴിക്കണം, അത്രേ ഉള്ളൂ. ബീഫും കിട്ടാൻ ബീഫാണെങ്കിൽ ഭയങ്കര കഷ്ടത്തിലാണ്. ഭയങ്കര കഷ്ടം എന്ന് വെച്ചാൽ വണ്ടാത്ത കഷ്ടം. കാരണം വെച്ചാല് കാർഗോ ഷിപ്പിൽ വരുമ്പോൾ കൊച്ചിയിൽ നിന്ന് ആരെങ്കിലും പിടിയുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് സാധനം കയറ്റുന്നത്. കൂടുതലായിട്ട് കിലോ ഒന്നും കൊണ്ടുവരാൻ പറ്റൂല. ഒരു 2 കിലോ ആണെങ്കിൽ അതെ എന്നെ ചെങ്കാത്തതിന്റെ പേരിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് മാത്രമേ അവർക്കും ബുദ്ധിമുട്ടാണ്. അവർ പോയിട്ട് എടുത്തിട്ട് വരുമ്പോൾ കുറെ കൂടി ബുദ്ധിമുട്ടാണ്. നാടൻ കോഴി കഴിക്കൂല എന്ന് വെച്ചാല് മുമ്പ് കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിൽ കൂടുതലും അത് എടുക്കുന്നില്ല. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ആണ്, കഴിക്കാറില്ല. ഒന്നാമത് ആർക്ക് വേണമെങ്കിലും പിടിച്ചു കൊടുക്കാറുണ്ട് വീട്ടില്. അതെ, ഇവിടുന്ന് ഇപ്പൊ കൂടുതലും CRP-ക്കാർ കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പുറത്തുനിന്ന് വന്നവരാണ്. ഈ കോഴി കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ അത് കഴിക്കൂല? ഇല്ല, കഴിക്കൂല. അത് കൊള്ളാം. ഇവിടത്തെ കോഴീനെ ആരും കൂടുതലൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ കോഴിനെ വളർത്തി കഴിക്കാമായിരുന്നു. വീട്ടിലിട്ട് കിടക്കുന്നതാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. വെളിയിൽ വിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് എവിടത്തൊക്കെ എന്ന് കഴിക്കുന്നതാണ്, എന്തൊക്കെ കഴിക്കുന്നതാണ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുമോ? ആടാണെങ്കിലും പശു ആണെങ്കിലും എന്തൊക്കെ കഴിക്കും? പശു അങ്ങനല്ല, ആടും അങ്ങനല്ല. നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്ന കോഴിനെ വെളിയിൽ വിടുന്നതാണ്. കാഷ്ടം കഴിക്കുന്ന അതുകൊണ്ടാണ് കഴിക്കാത്ത? അങ്ങനൊന്നുമില്ല, കൂടുതലും കഴിക്കുന്നില്ല ആരും. ആർക്കും താല്പര്യം ഇല്ല അതിനെ കുറിച്ച്. അത് സർവീസിന് ഇട്ടേക്കോ? അത് എടുക്കാൻ വേണ്ടി പോവാണോ? ഓക്കെ ഓക്കെ. അനിയന്റെ വണ്ടി ഇല്ലേ? ഓക്കെ ഓക്കെ. അതൊന്ന് കാണാൻ എനിക്ക്, ഞാൻ വരാം. ഓക്കെ ഓക്കെ. ഓക്കെ. ശരി. ഞാൻ പറയില്ലേ, നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ നമ്മുടെ കൂടെ വന്നിങ്ങനെ സംസാരിക്കുകയാണ് ഇവരെ. നമുക്കാണെങ്കിൽ ഇങ്ങനത്തെ ശീലമല്ലല്ലോ, ഇങ്ങനെ ചേർന്ന് ബൈക്ക് ഓടിച്ചിട്ട്. അപ്പോൾ നമ്മുടെ പോലീസ്, അദ്ദേഹം പോലീസിലാട്ടോ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കോഴിക്കടൻ്റെ അവിടെ സംസാരിച്ച ആൾ. അപ്പോൾ പുള്ളീനെ കൂടെ വന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചപ്പോൾ പുള്ളി ജെട്ടിയിലേക്ക് പോവാണ്. ഒരു ബൈക്ക് കൊച്ചിയിൽ നിന്ന് അയച്ചുണ്ട്, അത് വാങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇവിടെ ഒരു BMW ബൈക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഷുക്കൂർ പറഞ്ഞിരുന്നു ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി വന്നിരുന്നു എന്ന്. അപ്പോൾ BMW ബൈക്കൊക്കെ ഇവിടെ എന്താണ് അതിൻ്റെ ഉപയോഗം എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ പുള്ളി പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് സർവീസിന് അയച്ചാൽ അത്രേ. അപ്പോൾ തിരിച്ചു വരുന്നുണ്ട്, അത് എടുക്കാൻ വേണ്ടി പുള്ളി പോവാണ്. അത് പുള്ളിയുടെ അനിയൻ്റെ അത്രേ. ഒരു ഹരം കൊണ്ട്, അതായത് ത്രില്ല് കൊണ്ട് വാങ്ങിക്കുന്നതായിരിക്കും. ഇവിടെ അത് ഓടിക്കാനുള്ള റോഡില്ലല്ലോ. ഈവൻ ബുള്ളറ്റ് പോലും ആൾക്കാർ, ഇപ്പം ഞാൻ ഓടിച്ചപ്പോൾ, അൽത്താഫിൻ്റെ ബുള്ളറ്റ് ഓടിച്ചപ്പോൾ ആക്സിഡൻറ്റ് കൊടുക്കാനുള്ള സ്പേസ് ഇല്ല. ചെറിയ റോഡാണ്, ഒരുപാട് ദൂരം പോകാനില്ല. പിന്നെ ഈ റോഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വഴികളാണ്. അതിൽക്കൂടെയൊക്കെ കുട്ടികളും സൈക്കിളും ബൈക്കൊക്കെ കയറി വരും. അതുകൊണ്ട് ഇങ്ങനെ മനസ്സ് വിട്ടിട്ട് ഇങ്ങനെ ആക്സിഡൻറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. പക്ഷേ BMW ഒക്കെ ഉണ്ട് ഇവിടെ. ഞാൻ ആറ്റുകോട്ടൊന്ന് രാത്രി കഥ കാണാനിറങ്ങിയപ്പോൾ ഇന്നലെ 27 രാവിൻ്റെ ഇതായിട്ട് കടകളൊന്നും തുറന്നില്ല. ഇന്നിപ്പോൾ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. പക്ഷേ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത് ഇന്നത്തെ കൂടി കഴിഞ്ഞിട്ടാണ് ഏറ്റവും നല്ല തിരക്കുണ്ടാവുക എന്നാണ്. കാരണം ഇന്നലെ ആരും ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ കുറേ പേര് ഇന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കും. അപ്പോൾ പർച്ചേസിനൊക്കെ ഇറങ്ങുന്നത് നാളെ ആയിരിക്കും എന്നാണ്. പക്ഷേ ഞാനിപ്പോൾ ഇറങ്ങിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല തിരക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. കണ്ടോ, ഈ ഭാഗത്ത് ഒന്നുകൊണ്ട് തുണിക്കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇവിടെ കണ്ടോ, തുണിക്കടയിൽ എന്ത് തിരക്കാന്ന് നോക്കിയേ. എല്ലാവരും പർച്ചേസിന് ഇറങ്ങിയിരിക്കുകയാണ്. സംഗതി ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയിട്ടു.
റോട്ടിൽ നിന്ന് നമ്മളിങ്ങോട്ട് അറിയാതെ റോഡല്ലാതെ ഓഫ് റോഡിലേക്ക് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പിന്നെ അറിയാമല്ലോ നമ്മളെ വണ്ടിക്ക് ലൈറ്റ് ഇല്ലാന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഗട്ടർ ചാടിയാൽ വല്ലപ്പോഴും കത്തുന്നൊരു ലൈറ്റാണ്. ഇതിപ്പോൾ പ്രശ്നമാണല്ലോ. ഇതേതോ വീട്ടിലേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പോയാൽ പെട്ടുപോകുമെന്ന് തോന്നുന്നുണ്ട്. ലൈറ്റ് ഇല്ലാതെ ഏതോ കാട്ടിലേക്കാണ് പോകുന്നത്. അമ്മേ നിർത്തിയേക്കാം. ഞാനവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഐഡിയ ഇല്ലാതെ ഇരുട്ടത്തേക്കാണ് പോകുന്നത്. വണ്ടിക്ക് ലൈറ്റും ഇല്ല. അവിടുന്ന് തിരിച്ചു പോന്നപ്പോഴും എനിക്കറിയാത്ത വേറെ ഏതോ സ്ഥലത്തേക്കാട്ടോ എത്തിയത്. ഇപ്പോൾ കണ്ടോ ഇവിടെ ഒരു സംഭവം, ഫുട്ബോൾ ടർഫ്. ഞാൻ മുമ്പ് വന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും വന്നപ്പോഴുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിലൊന്നും ഞാൻ പറഞ്ഞില്ലേ, അതിവിടെ ഇൻ്റർനെറ്റ് ഹൈ സ്പീഡ് വന്നതാണ്. പിന്നുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് ഇവിടെ ടർഫ് വന്നത് കേട്ടോ. ഞാൻ ഈ ടർഫ് വന്നത് കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ സാദിക്ക് പറയാണ്, അല്ല അൽത്താഫ് പറയാണ്, 1 അല്ല 3 ടർഫ് ഉണ്ടെന്ന്. നിലവിൽ കവരത്തിയിൽ 3 ഇതുപോലത്തെ ടർഫുകളുണ്ട് ഇത്രേ. എല്ലായിടത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ജെട്ടീൻ്റെ അങ്ങോട്ട് വന്നു കേട്ടോ. ഇന്നിപ്പോൾ കണ്ടോ പെട്രോൾ പമ്പൊക്കെ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. നല്ല തിരക്കാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ 27 രാവിൻ്റെ അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ പെട്രോൾ പമ്പ് വരെ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്ന്. ഇവിടെ കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് താത്തമാരുടെ കടയൊക്കെ ഉണ്ടായിരുന്നു. അത് അടഞ്ഞു കിടക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ അതാ ഇവിടെ കുറേ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇവിടെ പഞ്ചായത്ത് സ്റ്റേജ് ഉണ്ടല്ലോ, ഓരോ പ്രോഗ്രാമൊക്കെ നടക്കുന്ന സ്റ്റേജ്. ആ സ്റ്റേജിലും കുട്ടികളൊക്കെ എന്തൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട്. റോട്ടിൽ കൂടിയൊക്കെ അത്യാവശ്യം നല്ല വണ്ടികളുണ്ട്. ഇവിടെ കണ്ടോ ഈ ബൈക്കുകൾ, നിറയെ ബൈക്ക് കാണുന്നില്ല. ഈ ആൾക്കാരൊക്കെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ ആ ബീച്ചിലൊക്കെ പോയിട്ട് ആ മണലിൽ ഇരിക്കുന്നതാണ് കേട്ടോ. ഞങ്ങളും സ്ഥിരമായിട്ട് രാത്രി അങ്ങനെ അവിടെ വന്നിരിക്കുന്നതാണ്. നല്ല രസമാണ്. കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കാം. എവിടെയും വേണം ഇരിക്കാമല്ലോ, അറിയാലോ. ഞാൻ എപ്പോഴും പറയാറില്ലേ, അവിടെ ഇരിക്കും കിടക്കും. ഫുട്ബോൾ ഇങ്ങോട്ട് വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമ്മുടെ ജെട്ടി. ഇവിടെ പക്ഷേ ഇങ്ങനെയല്ല, കുറച്ചും കൂടിയൊക്കെ തിരക്കുണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ, ഇവിടെ ഒരു കട, കുറച്ച് താത്താന്മാരിവിടെ കച്ചവടം ചെയ്യലുണ്ടെന്ന് കണ്ടോ. അവരിപ്പോൾ വരികയുണ്ട്. ഇപ്പോൾ സമയം എത്രയാണെന്ന് അറിയോ? 11:30 മണിയാണ് സമയം, രാത്രി 11:30 മണി. അപ്പോൾ അവർ കച്ചവടം തുടങ്ങാൻ പോവുകയാണ് കണ്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതുവരെ അവരിവിടെ ഇല്ല. ഇപ്പോൾ ഞാനപ്പോൾ വന്നപ്പോൾ അവിടെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവരതാ എന്തൊക്കെ ഒരു വലിയ പാത്രത്തിൽ എന്തൊക്കെ സാധനം കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെക്കുമായിരിക്കും. അവർ കട തുറക്കുകയാണ്. ഇപ്പം കട തുറക്കാൻ പോവാ? ഈ സമയത്താണ് കട തുറക്കുക? ഇനി എപ്പോഴാണ് അടച്ചു പോവാ? പുലർച്ചെ 4 മണിക്കാണ് അടച്ചു പോകുന്നത്. എന്തൊക്കെയാ കച്ചവടം? ചായ ഉണ്ടോ? ഓക്കെ ഓക്കെ. ഞാൻ പറയായിരുന്നു, ഞാനിപ്പോൾ ഇന്നലെയൊക്കെ വന്നപ്പോൾ ഇവിടെ കടയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു ഇത് അടച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ തുറക്കുന്ന സമയമാണല്ലേ. ഇതെന്താ ഐറ്റം? ബ്രെഡ് പോക്കറ്റ്. വെജാണോ? എഗ്ഗ് ബജിയാണ്. ആ ഓക്കെ ഓക്കെ. ഇത് ഞാൻ കഴിക്കുന്നത് തന്നെ പൊരിച്ചതാ? ആ അങ്ങനെ. ഓക്കെ ഓക്കെ. ആ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ സാധാരണ വേറെ കടയുണ്ടോ? അല്ല വേറെ കടയുണ്ടോ ചോദിക്കാം നോമ്പല്ലാത്ത സമയത്ത്? ഇതേപോലെ തന്നെ അല്ലേ? ആ ശരി ശരി. ഞാൻ കുറച്ച് നേരം അങ്ങനെ ബീച്ചിലവിടെ പോയി ഇരുന്നു കേട്ടോ. കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സമയം വൈകുന്തോറും തിരക്ക് കൂടിക്കൂടി വരാം കേട്ടോ. ഇപ്പോൾ സമയം 2 മണിയായി. ഇപ്പോൾ ഞാനിവിടെ ഒരാളെ കണ്ടു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അസ്സലാമു അലൈക്കും. പേരെന്താ പറഞ്ഞത്? സിയാദ്. ഇദ്ദേഹത്തിന് പ്രത്യേകത ഉണ്ട് അല്ലേ? നല്ലൊരു പ്രത്യേകത ഞങ്ങൾ പറഞ്ഞു കാണിച്ചു തരാം. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ലക്ഷദ്വീപിൽ തന്നെ ഓരോ ദ്വീപിലും വ്യത്യസ്തമായിട്ടുള്ള സ്ലാങ് ഉണ്ട്. കവരത്തിയിലെ സ്ലാങ് അല്ല, ബാക്കി ആന്ധ്രോത്ത് ദ്വീപിലും കാര്യങ്ങളൊക്കെ. വേറെ വേറെ സ്ലാങ് ഉണ്ട്. പുള്ളി പക്ക ആന്ധ്രോത്തിലെ സ്ലാങ്ങിലാണ് ഇപ്പോൾ സംസാരിക്കുക. IRB വർക്കേണ്ടത് മറ്റേ വീടും മക്കളെല്ലാം ഉണ്ട്. വീടും മക്കൾ 2 പെൺമക്കളുണ്ട്. മൂത്ത മോള് ഇപ്പോൾ +2 കഴിഞ്ഞാൽ, രണ്ടാമത്തെ മോള് ഇപ്പോൾ 8ാം ക്ലാസ്സിലേക്ക് പാസ്സായിന്. കേന്ദ്ര വിദ്യാലയത്തിൽ പഠിക്കണ്ടേ. ആന്ധ്രത്തിലെ ഫുഡെല്ലാം ഉണ്ടാക്കണ്ടേ? ആന്ധ്രത്തിലെ ഏകദേശം എല്ലാം പഠിച്ചിന്. അപ്പൊ പുള്ളിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് തന്നെയാണ് പ്രത്യേകത. പുള്ളി പക്ക ആന്ധ്രത്തിലെ ലാംഗ്വേജ്, ആ ഒരു സ്ലാങ് പറയുകയാണെങ്കിലും പുള്ളി ആന്ധ്രത്തുകാരനല്ല, ലക്ഷദ്വീപുകാരനെ അല്ല. അതാണ് രസം. പുള്ളി ലക്ഷദ്വീപുകാരനെ അല്ല,
പുള്ളി മലയാളിയാണ്. കേരളത്തില് ജനിച്ചു വളർന്ന മലയാളിയാണ്, ആലുവക്കാരനാണ്. ആലുവയിലാണ് വീട് അല്ലേ? ആലുവയിലാണ്. ആലുവ അടുത്തല്ല. ഓക്കെ ഓക്കെ. പക്ഷെ ചെറുപ്പത്തില് വന്നല്ലേ ഇവിടെ? 6ാം ക്ലാസ് തൊട്ട് ഇവിടെ ഉണ്ട്. 6ാം ക്ലാസ് തൊട്ട് ഇവിടെ ആന്ധ്രത്തിൽ തന്നെ പഠിച്ചു. ഉപ്പ ഇവിടെ ജോലി BSNL വർക്ക് ചെയ്യുന്നത് അങ്ങനെ. BSNL വർക്ക് ചെയ്യുന്നത്. ആന്ധ്രത്തിലെ ഭാഷ കേട്ടോ. BSNL വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് വൈഫും പക്കായിട്ട് അടിപൊളിയായിട്ട് സംസാരിക്കും. വൈഫ് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ഉണ്ട് കടപ്പുറത്തോടാണ് അച്ഛനും ഇവിടെ അച്ഛനും അവിടെ. ഒരു വൈഫും പക്കായിട്ട് ലക്ഷദ്വീപ് ഭാഷ സംസാരിക്കും. അതാണ് ഏറ്റവും നമുക്കിവിടെ എന്താ പറയാ, ലക്ഷദ്വീപിലേക്ക് വന്നിട്ട് ഒരുപാട് പേര് പഠിച്ചു പോകുന്നുണ്ട്. പക്ഷെ അവരാരും സംസാരിക്കും. ഇവിടുത്തെ ലോക്കൽ ഉണ്ടാവും. ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഇപ്പൊ എന്റെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ട്. അപ്പൊ അവര് എവിടെയെങ്കിലൊക്കെ ആ ഒരു മലയാള ചോ ഉണ്ടാവും. പക്ഷെ ഇയാള് സംസാരിക്കും പെർഫെക്റ്റ്ലി. അതും ഞാൻ പറഞ്ഞില്ല, ആന്ധ്രത്തിലെ ദ്വീപിലെ ഏറ്റവും ആ ഉള്ളിലുള്ള സാധാരണക്കാരുടെ ഭാഷ സംസാരിക്കുന്ന ഒരു മലയാളിയാണ്. അത് കേരളീയർ. ചെറുപ്പം മുതലേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ കുട്ടികളൊക്കെ കൂടെ ഉള്ളവരൊക്കെ അതല്ലേ സംസാരിക്കും. അങ്ങനെ കിട്ടിയതായിരിക്കും. അങ്ങനെ കിട്ടിയാണ്. പിന്നെ മറ്റേ ആന്ധ്രത്തിലാണ് പഠിച്ചതും വളർന്നതെല്ലാം. ഇവിടെ PDCയും പഠിച്ച ആന്ധ്രത്തിൽ. അതിനിടക്ക് ജോലിയും കിട്ടിയ അവിടെ തന്നെയാണ്. അവിടെ തന്നെ. പിന്നെ ആന്ധ്രത്തിലെ മക്കളോടെയാണ് ശാലയും വിഷയം പറയുന്നതും ശാലയും ഇടപെടലിന്റെ എല്ലാം അവിടെ തന്നെയാണ്. വിഷയം പറയാനോ സംസാരിക്കാന്നല്ലേ? വിഷയം പറയാനോ സംസാരിക്കാം. നിങ്ങളുടെ ഭാഷയിൽ ജസരിയിൽ ഞാൻ ഏറ്റവും അത്ഭുതപ്പെടുന്ന ചില, ഞാൻ പറഞ്ഞ ചുളല, അതെങ്ങനെ, ആ വാക്കൊക്കെ എങ്ങനെ ഉണ്ടായി ഒരു പിടിയും കിട്ടുന്നില്ല. അതുപോലത്തെ വേറൊരു വാക്കാണ് നാളെ എന്ന് പറയുന്നത്. ആന്ധ്രത്തിലെ വിഷയത്തില് നാളെ എന്ന് പറഞ്ഞാൽ ഫെർലിയെ. നാളെ എന്ന് പറയുന്ന പകരം ഫെർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നാളെ. ഫെർലിയെ നാളെ വന്ന് പറയാം. ഫെർലിയെ വായ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാളെ വാട്ടോ. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞില്ല ഇരിക്കുന്നതിന് പറയില്ല നിങ്ങള് ലച്ചോ. ലൈ എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നാണ്. ലച്ചോ ബാ ഇരിക്കാൻ വന്നോണ്ട് ബാ ലൈപ്പമ്പ. ലൈ എന്ന് കവരത്തിൽ പറയും. മറ്റേ ആന്ധ്രത്തില് ലൈപ്പമ്പ ലച്ചോ ലച്ചോ അങ്ങനെ. ലൈപ്പാമ്പാ ഇരിക്കാൻ പാ. ഇരിക്കാൻ പാ. ഇവിടെ അതിൽ കൂടെ നിങ്ങളിപ്പോ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാ ഇരിക്കാന്ന് വിളിക്കില്ല നമ്മള്. അതിന് ബാ ലൈപ്പമ്പ എന്ന് പറഞ്ഞാൽ ബാ ഇരിക്കാൻ. അത് കൽപ്പിയിലാകുമ്പോ ദൈപ്പമ്പ എന്ന് പറയും. വ്യത്യാസമാണ് ഭയങ്കര. ഈ പറഞ്ഞ പോലെ പിന്നെ നാട്ടിൽ എന്താ പറയാ, അവിടെ വാപ്പാട വീട്ടിൽ പോണെന്ന് പറയുന്നതിന് ബാടക്ക് വേണ്ടത് എവിടെ പോണെന്ന് ഇപ്പൊ ചോദിക്കാന്ന് ഞാൻ ബാടക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാപ്പാടെ വീട്ടിലേക്ക് പോകുന്നത്. നമ്മളിവിടെ ഉമ്മാന്റെ വീട്ടിലാണല്ലോ താമസം. ഉമ്മാന്റെ വീട്ടിലാണ് നമ്മള് താമസം ഉണ്ടാവും. അപ്പൊ നമ്മള് വാപ്പാന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇവിടെ വാടാന്ന് പറയും, ഇവര് വാടാന്ന് പറയും, ഞങ്ങള് തിത്തോടാന്ന് പറയും. കൽപ്പേനിക്കാരാണെങ്കിൽ മുത്തിയോടാന്ന് പറയും. അങ്ങനെ ഓരോ ലാംഗ്വേജ് വാപ്പാന്റെ വീടിന് പറയുന്ന ഒരു പേര് പലതുണ്ട്. ഭാഷക്ക് ഭയങ്കര ചങ്ങാതി എന്ന് പറയില്ലേ? ചങ്ങാതി എന്ന് പറഞ്ഞാൽ ചങ്ങാതി തന്നെ കുറച്ചും കൂടി ഇതാക്കി. പക്ഷെ നമ്മള് ചങ്ങാതി ഇപ്പൊ അവിടെയും പറയും. പക്ഷെ അവൻ എന്റെ ചങ്ങാതിയാണ് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ഇപ്പൊ ഞാൻ നിന്നോട് പറയുമ്പോ ചങ്ങാതി എവിടെ പോകുന്ന ചോദിക്കാം. നീ എവിടെ പോകുന്നതിന് പകരം ചങ്ങാതി എവിടെ പോകുന്നു. അല്ല അത് ഭയങ്കര രസമല്ല അത് കേൾക്കുമ്പോ. പിന്നെ ഒന്നുണ്ട് നമ്മുടെ പപ്പായൊക്കെ അവിടെ പറയുന്നത് കസ്മുറുക്ക. ഞങ്ങൾ കറുകത്ത് എന്ന് പറയും. കറുമൂസക്ക. പിന്നെ ഇവരെ ഇവരല്ല, ആന്ധ്രത്തില് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കെത്തലെന്ന് പറയാം. കെത്തലടക്കല് അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് വയറിന്റെ കത്തലടക്കുന്നത്. അതായിരിക്കും സാധനം. അത് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു സാധനം തന്നെ. അതായത് രാത്രി കൂടെ ഒന്നും കഴിക്കാതെ വയറ് കത്തായിരിക്കുമല്ലോ. അത് ഞാൻ കേട്ടിട്ടുണ്ട്. കത്തലടക്ക. ഫൈക്ക് ഇന്ത്യ. അതായത് പൈക്ക. ഞങ്ങളവിടെ പൈക്ക വയ്ക്കുന്നത്. മലബാർ ഏരിയയിലൊക്കെ പൈക്ക് ഇന്ത്യ. ഇൻട്രസ്റ്റിംഗ് ആണ്. വേറെ എന്താ അങ്ങനത്തെ വാക്കുള്ളത്? ഇൻട്രസ്റ്റിംഗ് വാക്കുകൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വാക്കുണ്ട്. ഇപ്പൊ എല്ലാ വാക്കും ഇൻട്രസ്റ്റിംഗ് ആണല്ലേ? എല്ലാ വാക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ല ഭയങ്കര വ്യത്യാസം. ഇപ്പൊ മറ്റേ അകത്തില് തന്നെ ഭയങ്കര വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ മറ്റേ ചൂടുണ്ടാന്ന് ചോദിക്കുന്നത്, വെള്ളം ചൂടുണ്ടോന്ന് ചോദിക്കുന്നത് ബെച്ചം കൊണ്ടാന്ന് ചോദിക്കുന്നത്. ബെച്ചം അത് കറക്റ്റ് അകത്തിക്കാരൊക്കെ പ്രോപ്പർ ഇത് പറയാൻ പറ്റും. എന്നാലും ബെച്ചം കൊണ്ടാന്ന് വെച്ചാൽ ചൂടുണ്ടാന്ന്. അപ്പൊ പണ്ടൊക്കെ കളിയാക്കാറുണ്ട് ബെച്ചൻ അമിത ബെച്ചം കൊണ്ടാ. പിന്നെ കുറെ തമിഴ് വാക്കുകളില്ലേ? തണ്ണി, വെള്ളത്തിന് തണ്ണി പറയും. കളിക്കണീന്
കളിക്ക വിളയാട് കളിക്കാൻ പോകുന്നവരാണ് വിളയാടാൻ അതൊക്കെ തമിഴാണല്ലോ. അതെ അതെ, പണ്ട് നമ്മൾ ഈ മറ്റേ ഓടി വിളയാട് വാപ്പ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടിലായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ലക്ഷദ്വീപ് പോയിട്ട് വന്നു. വിളിയാട്ടുണ്ട്, വിളിയാട്ടുണ്ട്, അങ്ങനെ ഒരു സാധനം ഉണ്ട്. കുറെ ഉണ്ട്. തമിഴും എനിക്ക് തോന്നുന്നു കുറെ ഭാഷകളുണ്ട് കേട്ടോ. അറബി ഉണ്ട്, അറബിയിലെ കുറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഉറുദു വരുന്നുണ്ട് കുറെ. ഹിന്ദി മിക്സർ ആയിട്ട് കുറച്ച് പറയുന്നുണ്ട്. സാബൂൻ കാര്യങ്ങളൊക്കെ സാബൂൻ എന്ന് പറയും. അതൊരു ടിപ്പിക്കൽ സാവോന് ഞങ്ങൾ പണ്ട് അവിടെയൊക്കെ സാവോ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ പിന്നെ അത് പോയി. സാബുവിന്റെ കാര്യം ചെല്ലോങ്ങത്താൻ പേര് കാര്യം ഓർമ്മ. സാബു കടയിൽ നിന്ന് മേടിക്കാൻ പറയുന്നത് സെറാമ്പി, കടക്ക് പറയുന്നത് സെറാമ്പി. എവിടെ പോണത്? കടയിൽ പോണത് നമ്മള് സെറാമ്പിക്ക് വേണ്ടി സെറാമ്പി പോണെന്ന് പറഞ്ഞാൽ കടയിൽ പോണത്. അതുപോലെ നിങ്ങൾ കറപ്പുറം കടപ്പുറം എന്ന് പറയാ. കറപ്പുറം നേരെ തിരിച്ചില്ലേ? രായും റായും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കടപ്പുറം നില മാറി കറപ്പുറം എന്നാക്കി. കറപ്പുറം തന്നെയാണ്. അതുപോലെ തിരക്ക് കടലെന്ന് പറയും. തിരമാലക്ക് നല്ല കടലുണ്ട്. ഞാൻ ആദ്യം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇന്നത്തെ ഒരാൾ നല്ല കടലുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ പുതുമ ഇതിപ്പോ നല്ല കടലല്ലേ, ഇന്നിപ്പോ എന്തത്ര വ്യത്യാസം, ഇന്ന് നല്ല കടലുണ്ട്. അതുപോലെ പണ്ടിപ്പോ ഉമ്മ കോഴിക്കോടാണ്. ഉമ്മ പറഞ്ഞൊരു കോമഡി ആയിട്ട് പിന്നീട് കോമഡി ആയിട്ട് സാധനം. പക്ഷെ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഫസ്റ്റ് പോലെ ഷിപ്പിലൊക്കെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് പോലും ഷിപ്പ് ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, അവിടെ കുഴപ്പമുണ്ട്, അല്ല പേടിക്കൊന്നും വേണ്ടെന്നല്ല, ഞാൻ മറ്റേ അവിടെ കുഴപ്പമുണ്ട്, അവര് നോക്കിക്കോളെന്ന് പറഞ്ഞു. കോഴിക്കോടിൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രശ്നമാണല്ലോ. പക്ഷെ കുഴപ്പമൊന്നുമല്ല, കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എന്താ പറയാ വാപ്പ അല്ലെങ്കിൽ അളിയനൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. വാപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം. അളിയനോ അല്ലെങ്കിൽ മൂത്ത ഒരാളെ അങ്ങനെ കുഴപ്പമുള്ള സ്ഥലത്തേക്കാണ് പേടിക്കല്ലേ വേണ്ടത്, പേടിക്കാതിരിക്കല്ലോ. അങ്ങനെ കുറെ സാധനമുണ്ട്. ഈ പറഞ്ഞ പോലെ കുറെ കോൺട്രറി വരുന്ന സാധനങ്ങളുണ്ട്. ചില സംസാരിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് മറന്നു കുറെ. ഇപ്പൊ നമ്മള് മറ്റേ തലശ്ശേരിയിലൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് സാധനങ്ങൾ അതുപോലത്തെ കൺഫ്യൂഷൻ, അതുപോലത്തെ ചെറിയ കൺഫ്യൂഷൻ വരുന്ന കുറെ വേർഡ്സ് ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ഓർമ്മ ഒരുപാട് സാധനങ്ങളുണ്ട് ഇങ്ങനത്തെ. അതുപോലെ വീടിന് എന്തോ പറഞ്ഞത് ശരിയോ? ശരി എന്ന് പറഞ്ഞത് ഫിരെന്നും പറയും. വീടെന്ന് പറഞ്ഞാൽ ഭാര്യ വീടാണ്. വീട് എവിടെ പോണ വീട്ടൊക്കെ വേണ്ടേ? വീട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വന്നിട്ട് നമ്മൾ ഭാര്യ വീട്ടിലേക്ക് പോകണം. വീട് അങ്ങനെ വീട്ടൊക്കെ വന്നെ വീടൊരു വീടാണ്. അവിടെ സ്വന്തം വീടൊക്കെ വേണമെങ്കിൽ ശരിക്കും വേണ്ടേ? സ്വന്തം വീട്ടിലേക്കാണ് പോണെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന വീട്ടിലേക്കാണെങ്കിൽ ശരിക്കും വീട്ടൊക്കെ വന്നെ എന്ന് പറഞ്ഞ അർത്ഥം മാറി അവിടെ. ഇത് സുഖമാണ്. ഇപ്പൊ ഞങ്ങൾ അവിടെ കേരളത്തിലാണെങ്കിൽ സ്വന്തം എന്റെ വീട്ടിൽ ഇറങ്ങി ഭാര്യയുടെ വീട്ടിൽ നിർത്തി പറയണം. ഇത് ഭാര്യ വീട്ടിലും സ്വന്തം വീട്ടിലും വേറെ വേറെ പേരുണ്ട്. വീട് ശരി എന്റെ സ്വന്തം വീടായിരിക്കും. വീടെന്ന് പറയുമ്പോൾ വൈഫ് ഹൗസ്. ഓ അങ്ങനെ എളുപ്പമാണ്. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ പോകുന്ന പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും, മനസ്സിലാവും. വീടെന്ന് പറയൂല, വീടെന്ന് പറഞ്ഞ സാധനമല്ല, വീട് ശരി. പിന്നെ ഫിരെന്നും പറയും. അല്ല നിങ്ങളിപ്പോ നിങ്ങൾ ശരിക്കും കേരളത്തിൽ വീടുണ്ടോ? കേരളത്തിലാണ്. ഒന്നുമില്ല, ഇവിടെ ജസ്റ്റ് കോട്ടേഴ്സിൽ വന്ന് നിൽക്കുന്ന മാത്രമേ. അല്ല ഈ ചെറുപ്പത്തിൽ തന്നെ വന്നോണ്ട് ഇനി ആന്ധ്രത്തുകാരനായോ എന്ന് വിചാരിച്ചു. അവിടെ വീടൊന്നും വെച്ചിട്ടില്ല. ഇല്ല, അവിടെ ഒന്നുമില്ല. കോട്ടേഴ്സിലാണ് അവിടെ. അപ്പൊ ഇപ്പൊ ഇവിടെ വന്നിട്ട് 2 വർഷമായി. 2 വർഷം ട്രാൻസ്ഫർ ആയി. 2 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വരും. അങ്ങനെ വന്നും പോയി വന്നു. അങ്ങനെ ഫാമിലി ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. അതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷദ്വീപ് വന്നപ്പോൾ ഈ കവരത്തിയിലെ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ ഞങ്ങൾ കണ്ടതാണ്, അനുഭവിച്ചതാണ്. ഇപ്രാവശ്യം വന്നപ്പോൾ അന്ന് മുതൽ അൽത്താഫ് പറയുന്നുണ്ട് പെരുന്നാളിന് നമുക്ക് ആന്ധ്രോത്തിലേക്ക് പോകാമെന്ന്. അൽത്താഫിൻ്റെ സ്വന്തം നാടാണ് ആന്ധ്രോത്ത്. ആന്ധ്രോത്തിലെ പെരുന്നാൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്, നിർബന്ധമായും കണ്ടിരിക്കേണ്ടതാണ് എന്നൊക്കെ അൽത്താഫ് പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ പെരുന്നാൾ ആന്ധ്രോത്തിലാവട്ടെ, ആന്ധ്രോത്തിലത്തെ വ്യത്യസ്തമായ പെരുന്നാൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് നാളെ നമ്മൾ അങ്ങോട്ട് പോവാണ്. ആന്ധ്രോത്തിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.
أكبر الله أكبر الله